ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ ജ്യോതിവാസ്, FITUവിൻ്റെ നിയുക്ത സംസ്ഥാന പ്രസിഡന്റുമായ ജ്യോതിവാസ് പറവൂർ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ റസാഖ് പാലേരി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പാർട്ടിയുടെയും FITUവിൻ്റെയും മറ്റ് ഇതര പ്രസ്ഥാനങ്ങളുടെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നേതൃത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. തൊഴിലിനും തൊഴിലവകാശങ്ങൾക്കും വേണ്ടി പോരാടുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 2 ദിവസമായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ പെരിന്തൽമണ്ണയിൽ നടത്തിവരുന്ന സംസ്ഥാന സമ്മേളനത്തിന് വിജയകരമായ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഈ സമ്മേളനത്തിന് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. പുതിയ കാലത്തിലേക്കും പുതിയ സാഹചര്യത്തിലേക്കും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പുതിയ വെല്ലുവിളികളെയും സധൈര്യം ഏറ്റെടുത്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട FITUവിന്റെ ധീരരായ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഊഷ്മളമായ ഭാവുകങ്ങളും ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളി സമൂഹത്തിനും സാധാരണക്കാരായ ജനങ്ങൾക്കും പ്രതീക്ഷയും കരുത്തുമായി മാറാനും പലപ്പോഴും ഇവിടെ നിലനിൽക്കുന്ന ഇതര തൊഴിലാളികൾ സംഘടനകളുടെ മുൻപേ നടക്കുന്ന തൊഴിലാളി സംഘടനയായി മാറാനും കഴിഞ്ഞ FITUവിന്, പുതിയ നേതൃത്വങ്ങൾക്ക് വീണ്ടും നമ്മുടെ സമൂഹത്തെയും ഈ തൊഴിലാളി മേഖലയിലുള്ള സഹോദരങ്ങളെയും നയിക്കാൻ കരുത്തും ഊർജവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിൽ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം തൊഴിലിനും തൊഴിലവകാശങ്ങൾക്കും വേണ്ടി പോരാടുക എന്നത് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലെ, ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രസക്തമായി തീർന്ന ഒരു മുദ്രാവാക്യമായി മാറുകയാണ്. കാരണം സാധാരണഗതിയിൽ തൊഴിലാളി സംഘടനകൾ അവരുടെ ലക്ഷ്യം, അവരുടെ പിറവിയുടെ ലക്ഷ്യമായി മാറുന്നത് തൊഴിൽ അവകാശ സംരക്ഷണം എന്നതാണ്. പക്ഷേ ഇന്ന് നിലനിൽക്കുന്ന നമ്മുടെ പ്രത്യേകമായ നമ്മുടെ ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ കോർപ്പറേറ്റ് ചങ്ങാത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭരണം നടത്തുന്ന നമ്മുടെ ഈ രാജ്യത്തിൽ, നിയമപരിഷ്കാരങ്ങൾ നടത്തുന്ന നമ്മുടെ രാജ്യത്തിൽ, പുതിയ നിയമങ്ങളും നയനിലപാടുകളും സ്വീകരിക്കുന്ന നമ്മുടെ ഈ രാജ്യത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന യുവതലമുറ തൊഴിലില്ലായ്മയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ പോരാട്ടങ്ങൾ തൊഴിലിനും കൂടി വേണ്ടിയാകുന്നു എന്നത് നിങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തിന്റെ പ്രസക്തി വിളിച്ചോതുകയാണ്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ഏതൊരു സംഘടനയായാലും, തൊഴിലാളി സംഘടനയായാലും, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വനിതാ സംഘടനയായാലും, ഈ രാജ്യത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണെങ്കിലും, നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം, നമ്മുടെ രൂപീകരണ ലക്ഷ്യങ്ങളെല്ലാം പലതാണെങ്കിലും ഇന്ന് നാം ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും പ്രധാനമായിട്ടുള്ള പ്രവർത്തനം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെയായി മാറേണ്ടതാണ്. നമ്മുടെ പോരാട്ടം അതിനെതിരായി മാറേണ്ടതാണ്. നമ്മുടെ ഏറ്റവും പ്രധാനമായ പോരാട്ടം അതിനായി മാറേണ്ടതാണ്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തൊഴിൽ സംരക്ഷണം നടക്കണമെങ്കിൽ ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണത്തോട് പോരാടണം. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യവും സമത്വവും സംരക്ഷണവും നടക്കണമെങ്കിൽ ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തോട് പോരാടണം. ഇനി ഈ രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഏത് സംഘടനയാണെങ്കിലും അവരുടെ പ്രധാന ലക്ഷ്യമായി ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനോടുള്ള പോരാട്ടം ഇന്ന് മാറുകയാണ്. അപ്രകാരം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കൂട്ടത്തിൽ ചേർത്ത് പറയുകയാണ്, FITU പോലുള്ള സാമൂഹ്യ നീതി ഉയർത്തിപ്പിടിക്കുന്ന ഒരു തൊഴിലാളി സംഘടനയുടെ
നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ ഗൗരവപൂർണമായ ഇടപെടലുകളും നിയമ നിർമ്മാണങ്ങളും നിയമ പോരാട്ടങ്ങളും നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് തൊഴിലിടങ്ങളിലെ സ്ത്രീ സമൂഹം എന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടാത്ത വിധം നമ്മുടെ നാട്ടിലെ, നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്നത്. വളരെ സജീവമായ ഒരു ചർച്ചയായി ഇന്ന് സമൂഹത്തിൽ മാറിയിരിക്കുന്നു തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്നത്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ മാത്രം പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമല്ല. എക്കാലത്തും ചർച്ച ചെയ്യുന്ന, സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്നത്. കാരണം കാലാകാലങ്ങളായി ഈ വിഭാഗം സ്ത്രീ സമൂഹം എന്നത് തൊഴിലിടങ്ങളിൽ പലതായ ചൂഷണങ്ങൾക്കും പലതായ വിവേചനങ്ങൾക്കും അനീതിക്കും അക്രമങ്ങൾക്കും ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. കുറച്ച് ദിവസങ്ങളായി കേരളക്കരയാകെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഈ തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്നത്. കേരളത്തിന്റെ വലിയൊരു വ്യവസായ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ദിവസങ്ങളായി നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും അന്തിചർച്ചകളിലൂടെയും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പോലും അറിയാത്ത വിധം ജനം സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കേരളം ഈ വാർത്തകളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. തൊഴിൽ എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു സംഗതിയല്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഏർണിങ്സ് മാത്രമായിട്ടല്ല തൊഴിലിനെ നാം കാണുന്നത്. തൊഴിൽ എന്നത് ചിലപ്പോൾ നമ്മുടെ പാഷനാവും. തൊഴിൽ എന്നത് ചിലപ്പോൾ നാം ഏറ്റവും ആഗ്രഹിക്കുന്ന നമ്മുടെ കഴിവുകൾ ഈ സമൂഹത്തിന് സംഭാവന നൽകുന്ന ഇടങ്ങളാവും. തൊഴിൽ എന്നത് നമ്മൾ ഏറ്റവും നാം കാഴ്ചവെക്കുന്ന, നമ്മളെ ഈ രാജ്യത്തിന് വേണ്ടി നമുക്ക് സംഭാവന അർപ്പിക്കുന്ന മേഖലയാവും. തൊഴിൽ എന്നത് ഈ സമൂഹത്തിന്റെ സേവനമാകും. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖല എന്നത്, അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുക എന്നത് അഭിമാനത്തോടെ നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമായി മാറണം. സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ മാനാഭിമാനത്തോടു കൂടി തലയുയർത്തി തന്റെ കഴിവും അല്ലെങ്കിൽ താൻ പാഷനായിട്ട് എടുത്ത ഈ തൊഴിലും ഭംഗിയായി അഭിമാനത്തോടെ നിർവഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സ്ത്രീകൾക്ക് തൊഴിൽ മേഖലകളിൽ ഉണ്ടാവണം. സ്ത്രീകൾ തൊഴിൽ മേഖലകളിൽ അനുഭവിക്കുന്ന വിവേചനം എണ്ണി പറഞ്ഞാൽ തീരൂല. അത്രയധികം എല്ലാവിധത്തിലും അവൾ ഇഷ്ടപ്പെടുന്ന ഒരു തൊഴിൽ അല്ലെങ്കിൽ ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി എന്തെല്ലാം വിധേയപ്പെടലുകളാണ്, ഏതെല്ലാം തരത്തിലുള്ള വിധേയപ്പെടലുകളാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതങ്ങനെ എണ്ണി പറഞ്ഞാൽ വേതനത്തിലുള്ളതും തൊഴിൽ മേഖലയിലുള്ളതും തൊഴിൽ അവസരങ്ങൾക്ക് വേണ്ടിയുള്ളതും അങ്ങനെ ഏതെല്ലാം മേഖല എടുത്താലും വിവിധ ചൂഷണങ്ങൾക്കും അനീതിക്കും വിവേചനത്തിനും ഇരയാകുന്ന ഒരു വിഭാഗമായി തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ മാറിയിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഏറ്റവും ബൃഹത്തായ, വളരെ സംസ്കാര സമ്പന്നരായ, കലാപരമായ വലിയ മൂല്യങ്ങൾ പുലർത്തുന്ന, സ്ത്രീകൾക്ക് മാന്യമായ അല്ലെങ്കിൽ പുതിയ ജെൻഡർ ഈക്വാലിറ്റി പ്രഖ്യാപിക്കുന്ന വലിയൊരു ബൃഹത്തായ വ്യവസായ മേഖലയിൽ ഇത്രയും സ്ത്രീവിരുദ്ധം എന്നല്ല ഇതിനെ പറയേണ്ടത്, കടുത്ത മനുഷ്യത്വ വിരുദ്ധമായ പ്രവണതകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനാൽ നിങ്ങളെ പോലെയുള്ള സാമൂഹ്യ നീതി ഉയർത്തിപ്പിടിക്കുന്ന ഒരു തൊഴിലാളി സംഘടനയുടെ ഒരു നിങ്ങളുടെ പ്രധാനപ്പെട്ട ശ്രദ്ധയായി, പ്രധാനപ്പെട്ട ഇടപെടലുകളായി ഇത് മാറണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതിനുള്ള ബോധപൂർവമുള്ള ഇടപെടലുകളും സർക്കാരിനെ കൊണ്ട് കൃത്യമായ നിയമ പരിഷ്കാരങ്ങളും കൃത്യമായ നിയമ നിർമ്മാണങ്ങളും നടത്താനുള്ള പോരാട്ടങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് മാത്രം ഇത്തരുണത്തിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കും ഒരിക്കൽ കൂടി വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.